HMT എന്ന ബ്രാൻഡിൻ്റെ HMT XR21 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് സാധാരണ പോലെ ഒരു സ്മാർട്ട് ഫോൺ അല്ല, ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMT XR21 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.49 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. AMOLED ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല, LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. അതുമാത്രമല്ല MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നതായിരിക്കും. വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വില 40,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമല്ല. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രോസസ്സർ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 6GB റാമും 128GB ഇന്റേണലും വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് വന്നേക്കാം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 4700 mAhൻ്റെ ബാറ്ററി ആയിരിക്കും വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും Type-C ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പ്രൈസിങ് 457.9 യൂറോസ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 40,900 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലത് വരുന്നില്ല. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത്ര മികച്ചൊരു പ്രോസസ്സറും ഇതിൽ വരില്ല. പിന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും തിരക്കില്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയുമായിട്ടായിരിക്കും. അപ്പം ഇത്രയും കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് നോക്കിയ XR21 എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതേ സെയിം സ്മാർട്ട് ഫോൺ തന്നെയാണ്. HMT ബ്രാൻഡിങ്ങിൽ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ HMT ബ്രാൻഡിങ്ങിലോട്ട് അവർ മാറ്റുന്നു എന്നേ ഉള്ളൂ. എന്തായാലും HMTയുടെ XR21 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.